കൊല്ലത്ത് വൻ ലഹരി മരുന്ന് വേട്ട. ചവറയിൽ 214 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനോയ് ഉണ്ട്. ബിനോയ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ഇന്നലെ രാത്രിയാണ് ഇത്രയും വലിയ രാസലഹരി മരുന്ന് വേട്ട നടന്നിരിക്കുന്നത്. ചവറയിൽ വാഹന പരിശോധന നടത്തുന്നതിലാണ് ഈ 3 സംഘം പിടിയിലായത്. നജ്മൽ, അൽത്താഫ്, സെയ്ദാലി ഇന്ന് 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ കുറിച്ചുള്ള രഹസ്യ വിവരം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക ഡാൻസ് സംഘത്തിന് കിട്ടുകയും അവർ 2 കേന്ദ്രങ്ങളിലായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഇത്രയധികം ലഹരി മരുന്ന് ഇതുവരെയായും കൊല്ലത്ത് പിടികൂടപ്പെട്ടിട്ടില്ല. ഇത് ഏത് വഴിക്കാണ് ഇത് കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചത്, ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നത്, കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. പ്രധാനമായും ചില കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളാണ് സെയ്ദാലി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. സെയ്ദാലിയാണ് ഈ 3 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ കരുനാഗപ്പള്ളി, ഓച്ചിറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ രാസലഹരി മരുന്നിന്റെ വേട്ട നടന്നിരുന്നു. അന്നു മുതൽ തന്നെ ഇവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി രാത്രി സമയങ്ങളിൽ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. വാഹന പരിശോധന നടത്തുന്നതിലാണ് ചവറയ്ക്കടുത്ത് വെച്ച് ഈ 3 അംഗ സംഘത്തെ പിടികൂടിയത്. എബി, വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ടകൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചവറയിൽ 214 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും ബിനോയ്.